ഒരു ദിവസം, അതായത് നമുക്ക് 24 മണിക്കൂറാണ്. ഈ 24 മണിക്കൂറും നമ്മൾ പരാതി പറയാതെ ഇരുന്നാൽ എന്ത് സംഭവിക്കും നമുക്ക്? അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. തിരക്കിനെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും ആളുകളെക്കുറിച്ചും ഒന്നും പരാതി പറയാതെ നമ്മുടെ ദിവസം ശരിക്കും മാറുമോ? അതോ നമ്മളറിയാതെ ഒരു ദിവസം എത്ര തവണ പരാതി പറയുമെന്ന് നമുക്ക് മനസ്സിലാകുമോ? എനിക്ക് മനസ്സിലാകുമോ? ഇന്ന് ഞാനത് പരീക്ഷിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ടത്? പരാതി പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. തളർന്നാൽ പരാതി, വീട് വൃത്തിയാക്കാനുണ്ടെങ്കിൽ പരാതി, പാചകം ചെയ്ത് ശരിയായില്ലെങ്കിൽ പരാതി, മറ്റുള്ളവർ നമ്മളോട് ശരിയായി പെരുമാറിയില്ലെങ്കിൽ അതിനും പരാതി, അല്ലേ? ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ പരാതിപ്പെടാനായിട്ട് പ്രേരിപ്പിക്കും. ചിലപ്പോൾ പരാതിപ്പെടുന്നത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ടുള്ളൊരു മാർഗ്ഗമാണെന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. ഞാനൊന്ന് ചിന്തിച്ചു, പരാതിപ്പെടുന്നത് നമ്മുടെ സ്ട്രെസ്സ് ശരിക്കും കുറയ്ക്കുന്നുണ്ടോ, അതോ നമ്മുടെ പ്രശ്നങ്ങളെ കൂടുതൽ വലുതാക്കുകയാണോ അത് ചെയ്യുന്നത്? അങ്ങനെ ഞാനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇനി വരുന്ന 24 മണിക്കൂർ ഞാൻ എന്നെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ, എന്നെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചേ. അപ്പോൾ ഈ എൻ്റെ മനസ്സിൽ പരാതി വരുന്നത് എന്താണെന്ന് എനിക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. അങ്ങനെ എൻ്റെ മനസ്സിൽ അങ്ങനെ നെഗറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ പരാതി വരുമ്പം ഞാൻ വേറൊരു പ്രതികരണം, വേറൊരു റെസ്പോൺസ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. അതാണ് ഈ എക്സ്പെരിമെൻറ്റിൽ സംഭവിക്കാൻ പോകുന്നത്. എൻ്റെ ദിവസം പതിവ് പോലെ തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ ആദ്യത്തെ ട്രിഗർ വരാനായിട്ട് അധികം നേരമൊന്നും വേണ്ടി വന്നില്ല. രാവിലെ തന്നെയുള്ള തിരക്ക്, ചെയ്യാനുള്ള ജോലികൾ, കുക്കിങ്, പലതരത്തിലുള്ള വൃത്തിയാക്കൽ, കിച്ചണിലെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുത്ത് മാറ്റി വയ്ക്കൽ, ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ച പോലെ നടക്കാത്തത്. സാധാരണ ഈ സമയത്ത് ഞാൻ ഭയങ്കര പെടാപ്പാട് കളിച്ചായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്നോട് തന്നെ പറയുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത്, ഞാൻ ചെയ്യണതൊന്നും തീരണില്ല, ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, എന്നിട്ടും തീരുന്നില്ല, സമയത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. പക്ഷേ ഇന്ന് ആ പരിപാടി ഞാനൊന്ന് നിർത്തി. എന്നിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു. പിന്നെയും മറ്റൊരു സിറ്റുവേഷൻ, ഞാൻ പ്രതീക്ഷ പോലെ ഒന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഒത്തിരി ടയേർഡാണ്, മനസ്സിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പ്രശ്നം നമ്മുടെ സിറ്റുവേഷനല്ല, ചിലപ്പോൾ ആ സിറ്റുവേഷനോടുള്ള നമ്മുടെ ആദ്യത്തെ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണമാണ് നമ്മുടെ ആ പ്രശ്നത്തെ വലുതാക്കുന്നത്. ഈ എക്സ്പെരിമെൻറ്റ് ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം വായിലൂടെ വെറുതെ പരാതി പറയാതിരിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. ആ ഒരു പരാതി വായിലൂടെ പറയുന്നതിന് മുമ്പേ അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട് വരുമ്പം അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട് മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഓരോ കാര്യം വരുമ്പോഴും ഞാൻ പല പല കാര്യങ്ങൾ ചിന്തിക്കും. ദിവസം മുഴുവൻ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ഇത് ഇന്ന കാര്യം ഒരു പ്രശ്നമാണോ, അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു നെഗറ്റീവ് തോട്ട് മാത്രമാണോ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്നൊക്കെ. കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒന്നും ശരിയായില്ല ആദ്യം. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഫ്രസ്ട്രേഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എന്നാ ചെയ്തെന്നോ, പരാതി പറയുന്നതിന് പകരം ഞാനൊരു ഡീപ്പ് ബ്രീത്ത് എടുത്തു, ദീർഘനിശ്വാസം. പിന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു, നമുക്കിതൊന്ന് ശരിയാക്കി എടുക്കാം, ഫ്രസ്ട്രേഷൻ്റെ ആവശ്യമൊന്നുമില്ല, ഒന്ന് മാറ്റി വയ്ക്കാം. അതുപോലെ വീട് വൃത്തിയാക്കാനായിട്ട് ഇന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയം ഞാൻ സാധാരണ പറയാറ്, എനിക്ക് എന്തുമാത്രം ജോലി, എനിക്കത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, ഒന്നും ചെയ്ത് തീർന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ഇന്ന് ഞാൻ മാറ്റി ചിന്തിച്ചു. ഞാനിങ്ങനെ വിചാരിച്ചു, ഓരോന്നായിട്ട് ചെയ്യാം, ഒന്നൊന്നായിട്ട് ചെയ്ത് തീർക്കാനുള്ള ജോലികൾ ഒക്കെ പതുക്കെ ചെയ്യാമെന്ന്. എൻ്റെ വേറൊരു പ്രശ്നമാണ്, പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ ആകെ ഡള്ളായി. ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് നമ്മൾ കാണുമ്പോൾ, വീട് വൃത്തിയാക്കാനുള്ളത്, അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കാണുമ്പം എനിക്ക് വീട്ടിലിരിക്കാനായിട്ട് തോന്നില്ല. ഓരോന്നിങ്ങനെ ചെയ്ത് നടക്കും. ഇതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വാശി എന്ന് പറയുന്നത്. എനിക്ക് വളരെയധികം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യവും അത് തന്നെയാണ്. ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും എൻ്റെ മനസ്സ് ഒരു കംപ്ലൈൻറ്റിൻ്റെ ലിസ്റ്റ് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങിയത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഇത് മാറ്റണമെന്ന് ഞാൻ വീണ്ടും മനസ്സിൽ ഉറപ്പിച്ചു. എനിക്ക് മനസ്സിലായ കുറച്ച് റിയൽ ലൈഫ് ട്രിഗേഴ്സ് എന്താണെന്ന് ഞാനിപ്പോൾ പറയാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്ഷീണമാണ്. അമ്മമാർക്കറിയാം, എപ്പോഴും ക്ഷീണമായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴും. ഈ ക്ഷീണം തോന്നുമ്പോൾ നമ്മളുടെ പേഷ്യൻസ്, ക്ഷമ വളരെയധികം കുറയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ശരിയായില്ലെങ്കിൽ, ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാര്യം നമ്മൾ നോക്കുകയാണ്, ഡീറ്റെയിൽസ് തപ്പുകയാണ്, അത് ശരിയായില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഇറിറ്റേറ്റഡ് ആവും. ഇതെല്ലാം ഫ്രസ്ട്രേഷൻ ഉളവാക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കംപ്ലയിൻറ്റ് ബോക്സ് ആയിട്ട് ആ ലിസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നുള്ളത് ടൈം പ്രഷറാണ്. ഓരോ കാര്യം ചെയ്യാനായിട്ട് ലേറ്റ് ആകുമ്പോഴും നമ്മൾ അതിൻ്റെ ഇടയിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചെയ്ത് തീരില്ല. നമുക്ക് ആകെ ഇറിറ്റേഷൻ വീണ്ടും ഉണ്ടാവും ലേറ്റ് ആവും തോറും. വേറൊരു പ്രശ്നം ഞാൻ ശ്രദ്ധിച്ചത് ഫിസിക്കൽ ഡിസ്കംഫർട്ടാണ്. ക്ഷീണം, ഉറക്കക്കുറവ്, വിശപ്പ്, അസ്വസ്ഥത, ചൂട്, തണുപ്പ് എന്ന് വേണ്ട ഒത്തിരി കാര്യങ്ങൾ. ഇതെല്ലാം അമ്മമാരുടെ മൂഡിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കമ്പാരിസനാണ്.
വേറൊരാളുടെ ജീവിതം കാണുമ്പം നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉടലെടുക്കും. മാത്രമല്ല അമ്മമാർക്ക് ചെറിയ ചെറിയ ഇൻകൺവീനിയൻസസ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകും. അതൊന്നും ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായെന്ന് വരില്ല. നേരത്തെ കണ്ടതുപോലെ ഫോണൊന്ന് ചെറുതായിട്ട് സ്ലോ ആയാൽ, അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച കാര്യം പെട്ടെന്ന് നമുക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് അതിന് ഇൻഫർമേഷൻസ് കിട്ടിയില്ല, അല്ലെങ്കിൽ റൂം ഒന്ന് മെസ്സി ആയി കിടന്നാൽ, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളൊന്ന് ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ, ഇതൊന്നും നമുക്ക് ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു സഹിഷ്ണുത ഉണ്ടാകത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്നല്ലേ, നമ്മളറിയാത്ത ഒത്തിരി കംപ്ലയിൻറ്റ്സ് നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് പൊന്തി വരുന്നത്. അത് നമ്മൾ വായിലൂടെ പറയണമെന്ന് തന്നെയില്ല, അതിൻ്റെ മനസ്സിൽ തന്നെയാണ് ഒത്തിരി നെഗറ്റീവ് തോട്ട്സ് ഡെവലപ്പ് ആയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും നമ്മുടെ ലൈഫ് സ്ട്രെസ്ഫുള്ളാണ്. അപ്പോൾ സ്ട്രെസ്സിൻ്റെ മുകളിൽ കൂടെ നമ്മളൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, നമ്മൾ തന്നെ ചിന്തിച്ച് വെക്കുകയാണ്. ഇത് വീണ്ടും നമ്മൾ ചിന്തിച്ചു കൂട്ടുമ്പോൾ നമ്മുടെ സ്ട്രെസ് നമ്മൾ തന്നെ കൂട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രശ്നം മാറുന്നില്ല. അത് ഒന്നൊന്നായിട്ട് പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും കുട്ടികളോടും ഹസ്ബൻഡിനോടും ഒക്കെ ഓരോ കാര്യങ്ങൾ സഹായം ചോദിച്ചു. കുറച്ച് പരാതിപ്പെട്ടപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. പരാതി പറയാതിരുന്നപ്പം മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം, എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ, പ്രകൃതി, പക്ഷികളുടെ ശബ്ദം, അങ്ങനെ പല പല കാര്യങ്ങൾ. അവസാനം ഞാൻ അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് തന്നെ തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാര്യങ്ങളും ഇതൊക്കെയാണ് എനിക്ക് സംഭവിച്ച കാര്യങ്ങളും. നിങ്ങൾക്കും ഇത് പരീക്ഷിച്ച് നോക്കാം. 24 മണിക്കൂർ തന്നെ ചെയ്യണമെന്നില്ല. ആദ്യത്തെ 1 മണിക്കൂർ തന്നെ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ചലഞ്ച് എടുത്ത് നോക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ഇഷ്ടമുള്ളവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്യാം. ഒന്നുകിൽ ദിവസത്തിൻ്റെ ആരംഭത്തിലോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് രാത്രിയിലോ ഏതെങ്കിലും നിമിഷം ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളുടെ ആ ഒരു പേഴ്സ്പെക്റ്റീവിനെ തന്നെ മാറ്റുന്ന ഒരു കാര്യമാണത്. അന്നത്തെ ദിവസം പരാതി കുറച്ചതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റി എന്നൊന്ന് ശ്രദ്ധിച്ച് അതിനെപ്പറ്റി ആലോചിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങിൽ നിങ്ങൾക്കത് മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാവാം, ഒരു ചെടി കണ്ടതാവാം, അല്ലെങ്കിൽ ഒരു സൺസെറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു കപ്പ് ടീ ആവാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനോഹരമായിട്ടുള്ള ഒരു പുഞ്ചിരി ആവാം, അതുമല്ല എങ്കിൽ നല്ലൊരു ഭക്ഷണം ആവാം. അപ്പോൾ ഇന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും ഫോളോവേഴ്സിൻ്റെയും ടേൺ ആണ്. നിങ്ങൾക്കിതുപോലെ 24 അവർ കംപ്ലയിൻറ്റ് ഫ്രീ ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ? പ്രശ്നങ്ങളൊന്നുമില്ലാതെയല്ല, നമുക്ക് ബുദ്ധിമുട്ടുകൾ വരും, പ്രയാസങ്ങൾ വരും. പക്ഷേ അതിനെ ഒരു കംപ്ലയിൻറ്റ് ഫ്രീ ആയിട്ട് ചലഞ്ച് ചെയ്യാനായിട്ട്, ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാനായിട്ടൊന്ന് സാധിക്കുമോ? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും വ്യൂവേഴ്സും എല്ലാം ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 24 അവർ കംപ്ലയിൻറ്റ് ഫ്രീ ആയിട്ടുള്ള മെത്തേഡ്, അല്ലെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾ കംപ്ലയിൻറ്റ് ഫ്രീ ആയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ തിരിച്ചു വന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ, കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പറയണം എങ്ങനെയുണ്ടായിരുന്നു ഈ എക്സ്പെരിമെൻ്റ് എന്നുള്ളത്. നിങ്ങളുടെ ഏറ്റവും വലിയ കംപ്ലയിൻറ്റ് ട്രിഗർ എന്നായിരുന്നു? അത് ഹൗസ് വർക്കാണോ, അല്ലെങ്കിൽ ടയേർഡ്നെസ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമാണോ, എന്താണെന്നുള്ളത് നിങ്ങളെ തന്നെ നോട്ട് ചെയ്ത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയണം കേട്ടോ. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയല്ല ലക്ഷ്യം, നമ്മൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നതാണ്. ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്കത് തോന്നുന്നെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാരെയും നിങ്ങൾ ഈ ഒരു ചലഞ്ച് ട്രൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഇതൊക്കെ മനോഹരമായിട്ടുള്ള ജീവിതം നമ്മൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.